ഓപ്പറേഷൻ നംഖോറിൽ കേരളത്തിൽ നിന്ന് പിടിച്ചത് അനധികൃതമായി കടത്തിയ വാഹനങ്ങളെന്ന് ഭൂട്ടാൻ ട്രാൻസ്പോർട്ട് അതോറിറ്റി. മറ്റ് രാജ്യങ്ങളിലേക്ക് കൊണ്ടുപോകാൻ അനുമതിയുള്ളത് ഭൂട്ടാനിൽ രജിസ്ട്രേഷൻ റദ്ദാക്കിയ വാഹനങ്ങൾക്ക് മാത്രമാണ്. SUV ലക്ഷറി വാഹനങ്ങൾ ഡീരജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നും സ്ഥിരീകരണമുണ്ട്. വാഹനക്കടത്ത് അന്വേഷിക്കും എന്നാണ് ഭൂട്ടാൻ റവന്യൂ കസ്റ്റംസ് വകുപ്പിന്റെ പ്രതികരണം. ആദ്യമായാണ് വാഹനക്കടത്തുമായി ബന്ധപ്പെട്ട് ഭൂട്ടാൻ സർക്കാരിന്റെ പ്രതികരണം. ഭൂട്ടാനിലുള്ള വാഹനം ഇന്ത്യയിൽ ഉപയോഗിക്കുന്നതിന് നിയമപ്രശ്നങ്ങളില്ല. പക്ഷേ നടപടിക്രമങ്ങൾ പാലിക്കണം. ഭൂട്ടാൻ പൗരന്റെ വാഹനം ഇന്ത്യയിൽ എത്തിക്കുന്നതിന് മുൻപ് ഭൂട്ടാൻ ട്രാൻസ്പോർട്ട് അതോറിറ്റിയിൽ രജിസ്ട്രേഷൻ റദ്ദാക്കണം. അതിനുശേഷം NOC നൽകും. ഇതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ഇന്ത്യയിലേക്ക് വാഹനങ്ങൾ എത്തിക്കാനാകൂ. എന്നാൽ ഇതുവരെ ഭൂട്ടാൻ ട്രാൻസ്പോർട്ട് അതോറിറ്റിയിൽ SUV ലക്ഷറി വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ റദ്ദാക്കിയിട്ടില്ലെന്നാണ് കണ്ടെത്തൽ. അതിനാൽ ഇന്ത്യയിലേക്ക് എത്തിയിട്ടുള്ള SUV വാഹനങ്ങൾ അനധികൃതമായി എത്തിച്ചതാണെന്ന് ഭൂട്ടാൻ ട്രാൻസ്പോർട്ട് അതോറിറ്റി സംശയിക്കുന്നു. വാഹനങ്ങൾ എങ്ങനെ ഇന്ത്യയിൽ എത്തിയെന്നതിൽ ഭൂട്ടാൻ റവന്യൂ കസ്റ്റംസ് വിഭാഗം അന്വേഷണം നടത്തും. ഇന്ത്യൻ കസ്റ്റംസ് വിവരം കൈമാറിയാൽ വാഹനങ്ങളുടെ ഫസ്റ്റ് ഓണർമാരെ കണ്ടെത്താൻ സാധിക്കുമെന്നും ഭൂട്ടാൻ കസ്റ്റംസ് വിഭാഗം അറിയിച്ചിട്ടുണ്ട്. ഇന്ത്യൻ കസ്റ്റംസ് വിഭാഗം ഇതുവരെ ഈ വിഷയത്തിൽ ഔദ്യോഗിക പ്രതികരണത്തിന് തയ്യാറായിട്ടില്ല. 24 കൊച്ചി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.